ഹലോ മച്ചന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ മച്ചാൻ ദിലീപ് മച്ചാനില്ലേ, ദിലീപ് മച്ചാൻ ഒരു കാസാമരി പ്ലാന്റേഷൻ റിസോർട്ടുണ്ട്. അവിടെ ഒരു തമിഴ്ക്കാരായ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇതിലെ നമ്മുടെ ഹൈ റേഞ്ചിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ തന്നെ, അതൊരു 10 ഏക്കർ ഏലത്തോട്ടത്തിന് നടുക്ക് ഇരിക്കുന്ന റിസോർട്ടാട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ തന്നെ അവരുടെ സ്ഥലം കൺട്രോൾ പോയി. അപ്പോൾ എന്നോട് ചോദിച്ചു, മച്ചാൻ ചോദിച്ചു, ഇവരെ എങ്ങനെയാണ് ഒന്ന് കൊണ്ടുപോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാമോ എന്ന് ചോദിച്ചു. നമ്മൾ കേസ് പിടിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ വണ്ടിയുമായിട്ട് പോവുകയാണ്. എങ്ങോട്ട്? നമ്മുടെ അടുത്തുള്ള ലൊക്കാലിറ്റി കേസുകൾ. അപ്പോൾ മച്ചാനോട് പ്രത്യേകം പറഞ്ഞു, അവർ ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ ആളും തിരക്കും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ നോക്കി വേണം എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ മൂന്നാറോടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലോക്ക് കിട്ടും. അതുകൊണ്ട് നൈസായിട്ട് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണിച്ച് അവർക്ക് എന്നാ പറയുക, അവർക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ആദ്യം പോയത് നമ്മുടെ റിവർ വാലിയിലോട്ടോ കേട്ടോ. റിവർ വാലിയിൽ ഒരുപാട് ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം റിവർ വാലിയുടെ തന്നെ സിപ്പ് ലൈനും കൂടെ അവർ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ ഇനി പോകുന്നത് നമ്മുടെ റിപ്പിൾ വാട്ടർഫാൾസ് കാണാനാണ്. അവിടെ ഒരുപാട് ഫോട്ടോ പോയിന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമേ ഉള്ളൂ, എങ്കിലും കാണാൻ മനോഹരമാട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്നപ്പോൾ മേളിൽ കൂടെ സിപ്പ് ലൈനൊക്കെ പോകുന്നത് കാണാം. പിന്നെ അവർ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ സ്ഥലം. പിന്നെ നമ്മൾ പോയത് നേരെ പൊന്മുടിയിലോട്ടാണ്. പൊന്മുടിയിൽ ഇപ്പോൾ താണ്ടെ ക്യാമൽ റൈഡും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പൊന്മുടി പോയി കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ് നമ്മുടെ സ്പീഡ് ബോട്ട്. പിന്നെ അവരും ഒന്നും മടിച്ചില്ല, അവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതാണ്ട നമുക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് അവരും അത് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ നിലവിൽ അവിടെ ഒരു സ്പീഡ് ബോട്ടേ വർക്കിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ കുറച്ച് ടൈം നമുക്ക് വേസ്റ്റ് ആയിട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ പോയത് ദാണ്ട ഈ തൊട്ട് താഴെയുള്ള ഹാങ്ങിങ് ബ്രിഡ്ജിലാട്ടോ. അവിടെ ഇപ്പോൾ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് വണ്ടികളൊന്നും പോകുന്നില്ല. പക്ഷെ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നടന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യിപ്പിച്ചിട്ട് അപ്പോഴത്തേനും നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മൾ ആനച്ചാലുള്ള പ്രകൃതിയിലോട്ട് വിട്ടു കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു, സംഭവം സൂപ്പർ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ചോക്ലേറ്റ് ഫാക്ടറി കണ്ടപ്പം അവിടെ ഒന്ന് കയറണമെന്നായി. പിന്നെ നമ്മൾ അങ്ങോട്ട് വിട്ടു കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഡാഡ് ഓടിക്കുന്ന കാറ് i10 ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ 2-ാം മൈലുള്ള Y3 ടോയ് ട്രെയിൻ കാണാൻ വേണ്ടി വന്നപ്പോൾ ദാണ്ടെ നോക്ക്, താഴെ നിറച്ചു മഞ്ഞാട്ടോ. അവരൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ അവരൊരു പ്രൈവറ്റ് സ്പേസ് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓർത്തു അധികം തിരക്കൊന്നും ഇല്ലാതെ ഗ്യാപ്പ് റോഡിലോട്ട് പോയേക്കാം. അതാണെങ്കിൽ അധികം തിരക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഗ്യാപ്പ് റോഡിലുള്ള നമ്മുടെ വ്യൂ പോയിന്റ്. ഇതാണ് അരുൺ സാറും ഫാമിലിയും. അവർ ഉടുമ്പൽപേട്ടയിൽ നിന്ന് നമ്മുടെ മൂന്നാർ ആസ്വദിക്കാൻ വന്നേക്കുന്ന കേട്ടോ. പിന്നെ അവിടെ നമ്മൾ പോയ നമ്മുടെ ഗ്യാപ്പ് റോഡിലുള്ള മലയിൽ കള്ളൻ അല്ലെങ്കിൽ റോക്ക് കേവ് എന്നറിയപ്പെടുന്ന ഒരു കേവിലേക്കാട്ടോ. മഴക്കാലങ്ങളിൽ ഇവിടെ വരാൻ ഇച്ചിരി ഡേഞ്ചർ ആണെങ്കിലും കാണാൻ നല്ല മനോഹരമായ സ്ഥലങ്ങളാട്ടോ ഇവിടെ. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഗ്യാപ്പ് റോഡിൽ എപ്പോഴും മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലം കേട്ടോ. ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നല്ല മഴയും മഞ്ഞൊക്കെ ആയിട്ട് നല്ലൊരു വേറൊരു വൈബാട്ടോ ഗൈസ് ഇവിടെ. അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഗസ്റ്റിന്റെ മനസ്സ് നിറഞ്ഞ ദാണ്ണം ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ നമ്മൾ പെരിയകനാൽ വാട്ടർഫാൾസിൽ എത്തിക്കുവാട്ടോ. ഈ ഒരു കാഴ്ച നമുക്ക് റെയിനി ടൈമിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ വെയിലത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഒരു വാട്ടർഫാൾസ് ഇവിടെ ഉണ്ടോ എന്ന് ഡൗട്ട് അടിച്ചു പോകുന്നൊരു സ്ഥലമാട്ടോ. മഴ സമയത്ത് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ഒരു കിഡിലൻ സ്പോട്ട്. ഇത്രയും സ്പോട്ടുകളൊക്കെ കണ്ടപ്പോഴത്തേനും നല്ല സമയമായിട്ടോ. പിന്നെ നമ്മൾ ആനയിറങ്ങലൊക്കെ കണ്ട് തിരിച്ച് നമ്മുടെ കാസാമരി പ്ലാന്റേഷൻ റിസോർട്ടിലോട്ട് തിരിച്ചെത്തി കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ വന്ന ഗസ്റ്റിന്റെ ഫീഡ്ബാക്ക് ഒന്ന് കേട്ടാലോ. Yeah, he's a very nice person. That's why I said really. They have all the knowledge, very good driving. Especially without any fear. And he's local guy, so he knows all the routes. Are you okay? Like with his performance? Yeah. Very nice. Okay. Very calm. He's very friendly. അപ്പൊ നിങ്ങൾക്ക് മൂന്നാറിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാ വണ്ടി ഓടിക്കാൻ ചെറിയ പേടിയുണ്ടോ? നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു നല്ലൊരു ഗൈഡ്, അതുപോലെ തന്നെ നല്ല സേഫ് ആയിട്ട് ഒരു പേഴ്സണൽ ഡ്രൈവറിനെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ
ദാണ്ടെ നമ്മുടെ ഡാന്റെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാട്ടോ. വെക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാനായി നിങ്ങൾ മൂന്നാറാണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ റിസോർട്ടാണ് കാസ ആമരി പ്ലാന്റേഷൻ റിസോർട്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂംസും ക്യാമ്പ് ഫയറും ചിൽഡ്രൻസ് പാർക്ക്, സ്വിമ്മിംഗ് പൂൾ, ഫാം വിസിറ്റിംഗ്, ഓപ്പൺ റെസ്റ്റോറന്റ്, അങ്ങനെ ഒരു ലൈവ് റിസോർട്ടാണ് നമ്മുടെ കാസ ആമരി പ്ലാന്റേഷൻ റിസോർട്ട്. സിറ്റിയിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിങ്ങൾ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഇതാ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.